ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ ആദ്യമായിട്ട് പ്രവാസികളാവുന്നവരുടെ ഒരു കഥ കേട്ടോ. ഒരവസ്ഥ, ഒരു മാനസിക എന്താ പറയുക, ഉന്മേഷം, സന്ദേഹം എന്നൊക്കെ പറയില്ലേ. ഗൾഫ് നാടുകളിലൊക്കെ ഒരു വിസ കിട്ടിയാണ്ട് വിസ ക്ലിയർ ആയി പോണ അന്ന് തലേന്ന് രാത്രി ശരിക്കും ഉറക്കം തന്നെ ഉണ്ടാവില്ല. എങ്ങനെ ആലോചിച്ച് കിടക്കില്ല, എന്താക്കാരവസ്ഥ, ഫ്ലൈറ്റിൽ എന്താക്കാരവസ്ഥ, എയർപോർട്ടിൽ എന്താക്കാരവസ്ഥ, ആ ചിന്ത തന്നെ കാരണം മനസ്സിലുണ്ടാകുക. ആദ്യമായിട്ട് കയറല്ലേ, എല്ലാവർക്കും ആഗ്രഹമുള്ളതാക്കാരം ഫ്ലൈറ്റിലൊക്കെ ഒന്ന് കയറാന്നുള്ളത്. മുന്നേ പോയ ആളുകൾ കുറെ കോച്ചിങ്ങും മൂല കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ പള്ളനുള്ള കൂടെ വരച്ച് ഇത് പോകണമായിരിക്കും, എന്തായാലും കുളിര് പോകണമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ ഉണ്ടാവും. പിന്നെ ചെവി ഇങ്ങനെ ഒരു ചേസ് അടയണമാർക്ക് ഉണ്ടാവും കുറേ ഹൈറ്റിലേക്ക് പൊന്തി പോകുമ്പോൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ഫസ്റ്റത്തെ യാത്രകൾ അറിയണം. അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊങ്ങി ഇങ്ങനെ പോണ ഘട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം എല്ലാ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അപ്പൊ എന്താ കാട്ടേണ്ടതെന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ പോലെ ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഒന്നും വിഷയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മള് ദിലീപിന്റെ വട്ടം സിനിമയിൽ കണ്ടവർക്ക് പറ്റിച്ചിട്ടുണ്ടല്ലോ, ദിലീപ് പഞ്ഞി എന്നാണ്ട് ചെവിയിൽ തിരികാന്ന് പറയാ. അങ്ങനെ കുറെ ഐറ്റംസ് മനസ്സിലിങ്ങനെ പോകും, എന്താ ചെയ്യേണ്ടത്, എന്താ ചോദിച്ചേണ്ടൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഓരോരോ ഘട്ടങ്ങളാക്കണം ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്രകളൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ജോലി സ്ഥലത്ത് എത്തിയാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ പിന്നെ കുടുംബക്കാർ, എയർപോർട്ടിൽ തന്നെ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കയറാൻ പറയും. ചിലപ്പോൾ നമ്മളെ മുതലാളിമാരനെ ചെറിയ നേരിട്ട് വരുന്നവരും ഉണ്ടാവും. അങ്ങനെ അവിടെ എയർപോർട്ടിലൊക്കെ ഇറങ്ങി നമ്മൾ കൊണ്ടുവരാൻ പിന്നെ ചിലപ്പോൾ ഹൗസ് ഡ്രൈവർമാരായ സുഹൃത്തുക്കളൊക്കെ കയറാം. അവരൊക്കെ നമ്മൾ കാണാത്ത വലിയ വലിയ വണ്ടിയിലൊക്കെ വരുന്നുണ്ടാവുക. നല്ല പൊളപ്പം വണ്ടിയിലൊക്കെ വന്നാണ്ട് നമ്മൾ പോയി കണ്ട് നിൽക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, വിശാലമായ റോഡുകൾ, വൃത്തിയുള്ള ടൗണൊക്കെ കണ്ടാണ്ട് ഇങ്ങനെ ശരിക്കും അപ്പം നമ്മളിങ്ങനെ താടിക്കും കച്ചെടുത്താണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാക്കാരം. മനസ്സിൽ പല സ്വപ്നവും കണ്ടാണ്. ഇനി എത്തിപ്പോണ്ട സ്ഥലം ഏതാക്കാരം, എങ്ങനെയാക്കാരം എന്നൊന്നുമില്ലല്ലോ, ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് പോകണം തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പിന്നെ സുഹൃത്തുക്കളെ റൂമിലേക്ക് കയറാൻ തന്നെ പോകണം. അവിടുന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും മൽഫാമോ ഷവായേ അല്ലെങ്കിൽ അങ്ങനെ മന്തി, ബുഹാരി റൈസുകൾ അങ്ങനെയുള്ള ഫുഡൊക്കെ ആദ്യമായിട്ട് കിട്ടുക. അപ്പൊ നമ്മൾ കരുതെന്താവും എന്തും തന്നെ കാരം എന്നുള്ള ചിന്തയാണ്, നമ്മൾ നാട്ടുന്ന ചിന്ത തന്നെ കേൾക്കാറല്ലോ. പക്ഷെ ആദ്യം പിന്നെ സ്വീകരണം അങ്ങനെ കേൾക്കാറും, പിന്നെ കേൾക്കാറും നമ്മൾ യഥാർത്ഥ റൂമിലേക്ക് എത്തുക. ചിലപ്പോൾ ഈ മറ്റേ സൂപ്പർ മാർക്കറ്റിക്കോ ബഗാലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഇതിന്റെ റൂമിൽ തന്നെ 5, 8, 10 ആളുകളൊക്കെ കിടക്കുന്ന അട്ടിക്കിട്ട ബെഡുകളൊക്കെ കേൾക്കാറാം. പക്ഷെ നമ്മൾ ലാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ റൂമിൽ തന്നെ കടന്നു തുടങ്ങിയാണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ എല്ലാ സൗകര്യത്തിൽ പോയ ആളുകളാക്കാറ്. അവിടേക്ക് എത്തിയാലേ കിച്ചണും ബാത്റൂമൊക്കെ നമ്മളിവിടുത്തെ ബാത്റൂമിൽ അത്ര വലുപ്പം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഫുഡ് നമ്മൾ ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാക്കാരം. അതില് ഹൗസ് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ഒറ്റക്ക റൂമിൽ തന്നെ കേൾക്കാരം, ഓരോ ഏകാന്തത കേൾക്കാറ്, ഒറ്റക്ക റൂമല്ലേ. അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നവർക്കും ചില ഒറ്റക്ക് നിൽക്കുന്നവർക്കും പ്രശ്നമില്ലാത്ത ആളുകൾ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ആശ്വാസം. പിന്നെ ഇതിന്റെയൊക്കെ സന്തോഷം കിട്ടും. 2 വർഷം നമ്മളവിടെ നിന്നാണ് നാട്ടിലേക്ക് ലീവിന് വരുന്ന ഒരു ദിവസം ഉണ്ട്. അത് വല്ലാത്തൊരു ദിവസം തന്നെ കേൾക്കാറ്. ആ കാത്ത് നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. നമുക്ക് ലീവ് തന്നെ അടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ മുന്നേ തന്നെ 6 മാസം മുന്നേ തന്നെ നാട്ടിലേക്കുള്ള പെട്ടി നമ്മൾ കുറച്ച് ഇങ്ങനെ റെഡിയാക്കൽ നടത്തിയിട്ടുണ്ടാവും. റൂമിന്റെ നമ്മളെ കട്ടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. എല്ലാം കട്ടിന്റെ അടിയിൽ തന്നെ വീട്ടിലത്തെ ഒരു കാലന്മാരൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രവാസം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ലെക്കാണ്. അതിൽ കഴിച്ചിലാളും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. 20 വർഷം 30 വർഷം പോയിക്കൊണ്ടിരിക്കണ പോലെ ഉണ്ടാവും, ഒരു ഇതും ഇല്ലാത്തവര് ആ ശമ്പളത്തിന് അങ്ങനെ പോണവരുണ്ടാവും. അതിന്റെ ഇടയിൽ രക്ഷപ്പെടുന്നവരും ഉണ്ടാവും. ഒക്കെ പ്രവാസികളുടെ ഒരു അവസ്ഥയാണ്. ഇതിൽ എന്റെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെച്ചതാട്ടോ. അപ്പൊ എല്ലാ പ്രവാസികളെയും സ്വപ്നവും പൂവണിയട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.